ബക്കീഇന്റെ പുറത്താണ്. എന്ന പോലെ മദീന ചെറിയൊരു സ്ഥലമാണ്. ഉഹദ് മദീനക്ക് പുറത്തുള്ള സ്ഥലമായിരുന്നു. പക്ഷെ ഇന്ന് മദീന വലിയ ഒരു ടൗൺഷിപ്പാണ്. അതിൻ്റെ പേരിൽ തന്നെ ഉഹദ് ഇങ്ങനെ നോക്കിയാൽ തന്നെ കാണുമ്പോൾ വളരെ അടുത്ത് തന്നെയായിട്ടാണ് നമുക്കറിയാം. പക്ഷേ നബി തങ്ങൾ സ്വഹാബിമാരോട് മശ്വറ ചെയ്തിരുന്നു എന്നാണ്. ആ മശ്വറ നടന്നത് മദീന മിമ്പറിലാണ്. ഖുറൈശികൾ നമ്മൾ ആക്രമിക്കാൻ വരുന്നുണ്ട്. ആ അക്രമത്തിന് പ്രതിരോധം നമുക്ക് ചെയ്യണം. കാരണം നമ്മൾ പ്രതിരോധിച്ചില്ലെങ്കിൽ മദീനയിലെ പെണ്ണുങ്ങളും കുട്ടികളും വൃദ്ധന്മാരും നിരപരാധികൾ അവർ വെട്ടിനുറുക്കി കൊന്നുകളയും. നമ്മൾ ഉഹദിലേക്ക് പോവണോ അതല്ല മദീനയിൽ തന്നെ നിൽക്കണമോ? അങ്ങനെ കിബാറു സ്വഹാബ പുണ്യനബിയോട് പറഞ്ഞു, നറാ അൻ നബ്ഖാ ഫീ മദീനതിനാ, നമ്മളിവിടെ തന്നെ നിൽക്കലാണ് നല്ലത് എന്നവർ അവിടെ പറഞ്ഞു. അക്കൂട്ടത്തിൽ മഹാനായ നഈബ് ഇബ്നു മാലിക് ഇബ്നു സഅലബ റളിയല്ലാഹു തആല അൻഹു 30 വയസ്സുള്ള ചെറുപ്പക്കാരനാണ്. അവരൊരു കാര്യം പറഞ്ഞു നബിയോട്, യാ റസൂലല്ലാഹി ലാ തഹരിംനി ദുഖൂലൽ ജന്ന, ലാ തഹരിംനി ദുഖൂലൽ ജന്ന, നബിയെ എനിക്ക് സ്വർഗത്തിലേക്ക് പോകണം, അതിനൊരു തടസ്സം എനിക്കുണ്ടാവരുത് നബിയെ. ഫവല്ലാഹില്ലദീ ലാ ഇലാഹ ഇല്ലാഹു, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ലഅദ്ഖുലന്നൽ ജന്ന, ഞാൻ സ്വർഗത്തിലേക്ക് കടക്കുക തന്നെ ചെയ്യും. വല്ലാത്തൊരു വാക്കല്ലേ. നബിയെ എനിക്ക് സ്വർഗത്തിലേക്ക് പോകണം, അതിന് തടസ്സം നിൽക്കരുത്. നഈം ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു നബിയോട് ആ നേരം പറയുന്നു, ഉഹദ് നടക്കാൻ പോകുമ്പോൾ സ്വഹാബികൾ അങ്ങനെ മശ്വറ ചെയ്തു. പിന്നീട് സ്വഹാബികൾ തങ്ങളോട് പറഞ്ഞു, നബിയെ നമ്മൾ മദീനത്തിൽ നിന്ന് പുറത്തേക്ക് പോയി യുദ്ധം ചെയ്യലാണ് നല്ലത്, ഉഹദിലേക്ക് അങ്ങോട്ട് പോകാം. ശത്രുക്കൾ മദീനത്തേക്ക് കയറിയാൽ നമ്മുടെ പെണ്ണുങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. മദീനക്ക് സംരക്ഷണം കൊടുത്തിട്ട് നമുക്ക് പുറത്തു പോകാം. അങ്ങനെയാണ് ഉഹദിലേക്ക് സ്വഹാബിമാർ പിന്നീട് പോകുന്നത്. ആ സമയം നഈബ് ഇബ്നു മാലിക് നബി തങ്ങളോട് റളിയല്ലാഹു അൻഹു, നബിയേ ഞാൻ വല്ലാഹി ലഅദ്ഖുലന്നൽ ജന്ന, ഞാൻ സ്വർഗത്തിലേക്ക് കടക്കുക തന്നെ ചെയ്യും. അപ്പോൾ തങ്ങൾ ചോദിച്ചു, ബിമ, എങ്ങനെ, എന്തുറപ്പിലാണ് നിങ്ങളത് പറയുന്നത്? എങ്ങനെയാണ് നിങ്ങൾ സ്വർഗത്തിലേക്ക് കടക്കുന്നത്? എന്തുണ്ട് കയ്യിൽ? ബിഖസുലതൈൻ, 2 കാര്യങ്ങൾ എൻ്റെ കയ്യിലുണ്ട് നബിയേ, ആ 2 കാര്യം കൊണ്ട് ഞാൻ സ്വർഗത്തിൽ പോകും. എന്താണ് ആ 2 എണ്ണം എന്നറിയുമോ? ബി അന്നീ ഉഹിബ്ബുല്ലാഹ വറസൂലഹു, എനിക്ക് അല്ലാഹുവിനെയും അവൻ്റെ റസൂലിനെയും ഒരുപാട് ഇഷ്ടമാണ് നബിയേ. ആ ഹുബ്ബാൻ മഹാന്മാരായ സയ്യിദന്മാരോട് കുമ്പോൾ സയ്യിദന്മാരോട് പ്രത്യേകിച്ച് കാണുന്ന ഹുബ്ബാണ് ഈ മണ്ണിലേക്ക് നമ്മളെയൊക്കെ വിളിച്ച് ഇവിടെ വരുത്തുന്നത്. ആ ഹുബ്ബ് കൽബിൽ കൊണ്ടു നടക്കുന്ന ഒരുപാട് ആളുകൾ ഈ സദസ്സിലുണ്ട്. ഇവിടെ വന്നവരുണ്ട്, വരാത്തവരുണ്ട്. സയ്യിദന്മാരോട് പ്രത്യേകിച്ച് മഹാനായ സയ്യിദ് ഉമർ കുഞ്ഞിക്കോയ തങ്ങളോട് ഭയങ്കരമായ സ്നേഹം. ചിലവർ പുറത്ത് കാണിക്കേ ഒന്നുമല്ല, വലിയൊരു കൂട്ടായ്മ തന്നെ ഉണ്ട്, മുഹിബ്ബീങ്ങളുടെ ഒരു കൂട്ടായ്മയുണ്ട്. എനിക്കറിയാം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ കൂട്ടായ്മ മഹബ്ബത്തിൻ്റെ കൂട്ടായ്മയാണ്. ആ ഹുബ്ബ് സ്വർഗത്തിലെത്താൻ അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. ആ ഹുബ്ബ് കാരണം സ്വർഗം കിട്ടും ഇൻഷാ അല്ലാഹ്. അള്ളാഹുവിനെ നമ്മൾ അനുസരിക്കുന്നവരാണ്, തെറ്റ് ചെയ്യാതെ ജീവിക്കാൻ പ്രതിജ്ഞാബദ്ധരാണ്, തെറ്റുപറ്റിപ്പോയാൽ തൗബ ചെയ്യേണ്ടവരാണ്. ഇതിൻ്റെയൊക്കെ കൂടെ നമുക്ക് ഹുബ്ബ് കൂടെയുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അത് നമുക്ക് രക്ഷയുടെ മാർഗമാണ്. 2 കാര്യമുണ്ട് നബിയെ, അതുകൊണ്ട് എനിക്ക് സ്വർഗം എനിക്ക് കിട്ടുമെന്ന് ഉറപ്പാണ്, അതുകൊണ്ട് എനിക്ക് തടസ്സം നിൽക്കരുത് നബിയെ. ബിഖസുലതൈൻ, 2 എണ്ണം. ഒന്ന്, ഉഹിബ്ബുല്ലാഹ വറസൂലഹു വലാ അഫിറു യൗമസ്സഹ്ഫി, യുദ്ധം നടന്നാൽ ഞാൻ പിന്തിരിഞ്ഞോടൂല നബിയെ, ഞാൻ പിന്തിരിഞ്ഞോടൂല, ഞാൻ ഉറച്ചു നിൽക്കും. അങ്ങനെ ഒരു ധൈര്യം എനിക്കുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വദഖത, നിങ്ങൾ പറഞ്ഞത് സത്യമാണ്, സ്വദഖത, നിങ്ങൾ പറഞ്ഞത് സത്യമാണ്. അങ്ങനെ മഹാനായ സ്വഹാബി നഈം ഇബ്നു മാലിക് ഇബ്നു സഅലബ റളിയല്ലാഹു അൻഹു ഉഹദിൽ ഷഹീദായി അല്ലാഹുവിൻ്റെ മുമ്പിലേക്ക് പോവുകയാണ്. യാ അല്ലാഹ്, റസൂലുള്ളാഹി തങ്ങൾ അസ്ർ നിസ്കാരം കഴിഞ്ഞ് അവിടുത്തെ മസ്ജിദിൽ ഇരിക്കുകയാണ്. മദീനയുടെ മസ്ജിദിൽ ഇരിക്കുന്നു. സ്വലാത്തുൽ അസ്ർ കഴിഞ്ഞിരിക്കുന്നു. സ്വഹാബിമാരുടെ ഇടയിൽ ഒരുപാട് മസ്അലകൾ ചർച്ച ചെയ്തിരിക്കുകയാണ് നബി തങ്ങൾ. അപ്പോഴാണ് ഒരു ഒട്ടകപ്പുറത്ത് നിന്ന് ഒരാൾ വരുന്നു. അയാളുടെ കയ്യിലൊരു വടിയുണ്ട്. വലിയ തലപ്പാവുള്ള നല്ല വേഷധാരിയായ ഒരാൾ, നല്ല ഹൈറ്റും വെയിറ്റുമുള്ള ഒരാൾ. അങ്ങനെ പറയുമ്പോൾ എനിക്ക് അബ്ബാസ് തങ്ങളെ ഓർമ്മ വരാം. തങ്ങൾ പോയാ മാഷാ അല്ലാഹ്, തങ്ങൾ ഇങ്ങോട്ടിരിക്കി. മഹാനായ തങ്ങളുടെ തങ്ങളുടെ മോൻ്റെ അമ്മോഷനാണ്
അബ്ബാസ് തങ്ങൾ വലിയ ഹൈറ്റും വെയിറ്റും ഒക്കെ ഉണ്ടാകുമ്പോൾ ഭയങ്കര എടുപ്പ്, അതൊരു ഭയങ്കര ഭംഗിയാണ്. അള്ളാഹു നൽകുന്ന വലിയൊരു തൗഫീഖാണ്. ഭയങ്കര മുഹിബ്ബാണ്. സ്നേഹം കൊണ്ടാണ് തങ്ങൾ ഇങ്ങോട്ട് എത്തിയത് എന്നൊക്കെ പറഞ്ഞു. മാഷാ അള്ളാഹ്. എപ്പോഴും ബന്ധപ്പെടാറുണ്ട്, വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്, കാര്യങ്ങളൊക്കെ അറിയിക്കും. അള്ളാഹു ആ ഹബ്ബ് അള്ളാഹു നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗമാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആ ഒരു എടുപ്പുള്ള ഒരാൾ ഹബീബിൻ്റെ മുമ്പിലേക്ക് വരികയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരുടെ പേര് അംർ ഇബ്നു സാലിം റളിയല്ലാഹു അൻഹു. ഖുസാഇയാണ്. അദ്ദേഹത്തിൻ്റെ ഒട്ടകപ്പുറത്തുനിന്ന് താഴെ ഇറങ്ങി സഫുകൾക്കിടയിലൂടെ നടന്നു വന്നിട്ട് മുത്തുനബിയുടെ മുമ്പിൽ വന്നിരുന്ന് ഏതാനും ചില വരികൾ ചൊല്ലുകയാണ്. യാ റബ്ബി ഇന്നി നാഷിദുൻ മുഹമ്മദാ ഹിൽഫു അബീനാ വ അബീഹിൽ അത്ലദാ ഫൻസുർ ഹദാകല്ലാഹു നസ്റൻ അയ്യദാ വദഉ ഇബാദല്ലാഹി യഅ്തു മദദാ ഫീഹിം റസൂലുള്ളാഹി ഖദ് തജറദാ അബിയളു മിഥിലൽ ബദരി യസ്മുൽ മിസ്അദാ. ഹബീബായ നബി തങ്ങളോട് സഹായം ചോദിച്ചു വരികയാണ്. നബിയെ, അങ്ങനെക്ക് സഹായം ചെയ്യണം, അങ്ങനെക്ക് മദദ് തരണം. ഖുറൈശികളും അവരും തമ്മിലുണ്ടായിരുന്ന ഒരു കരാർ ലംഘിക്കപ്പെട്ടിരിക്കുകയാണ്. അവർക്ക് സഹായം ചെയ്യാമെന്ന് ഹബീബായ നബി തങ്ങൾ പറയുകയും ചെയ്തു. നുസിർത യാ അംർ ഇബ്നു സാലിം, നുസിർത യാ അംർ ഇബ്നു സാലിം, അംർ ഇബ്നു സാലിമേ, നിങ്ങൾക്ക് സഹായം ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആ ഒരു വാക്കുമതി. നുസിർത യാ അംർ ഇബ്നു സാലിം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബിലേക്കല്ലേ വമാ ലനാ ഇല്ലാ ഇലൈക ഫിറാറുനാ അലൈസ ഫിറാറുൽ ഖൽഖി ഇല്ലാ ഇലർ റസൂലി. അനസ് റളിയല്ലാഹു അൻഹു മറ്റൊരു സംഭവം പറയുന്നുണ്ട്. ഞങ്ങൾ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ മസ്ജിദുൻ നബവിയിലെ മണ്ണിൽ ഇരിക്കുകയാണ്. ജാലിസുൻ അല തുറാബ് ബിഅബി അൻത വ ഉമ്മി യാ റസൂലല്ലാഹ്. ഹബീബായ നബി തങ്ങൾ മണ്ണിലിരിക്കുമായിരുന്നു. മണ്ണിൽ, പച്ചമണ്ണിലിരിക്കുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സമയത്ത് ഒരു മനുഷ്യൻ വരുന്നു. ഇമാം ഇബ്നു സഅലബ എന്നാണ് അവരുടെ പേര്. അഖൂബനി സഅദ് ഇബ്നു ബക്കർ, സഅദ് ഇബ്നു ബക്കർ കുടുംബത്തിൽ നിന്ന് വരുന്ന ആളാണ് ഇമാം ഇബ്നു സഅലബ റളിയല്ലാഹു അൻഹു. പിന്നീട് മുസ്ലിമാവാണ്, ഇസ്ലാം സ്വീകരിക്കാൻ പോവാണ്. പള്ളിയിലേക്ക് വന്നപ്പോൾ ഐന മുഹമ്മദു, എവിടെയാണ് മുഹമ്മദ് നബി എന്ന് ചോദിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളെ എങ്ങനെയാണ് പരിചയപ്പെടുത്തുന്നതെന്നറിയുമോ? ദാകർ റജുലുൽ അബിയദുൽ അംഹഖുൽ മുർതഫിഖ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ഷെയ്ഖ് സബാഹ് റിഫായി തങ്ങളെ കാണുമ്പോഴേ അവരുടെ ആ ഒരു എടുപ്പും മുഖത്തെ ഒരു പ്രകാശവും ആ ഒരു നിറവും മുഖത്തിലെ ഒരു ശോഭയും കാണുമ്പോൾ ഒരു നുബുവത്തിൻ്റെ അഹ്ലുബൈത്തിൻ്റെ ഒരു വെളിച്ചം നമുക്ക് അവിടെ ഇങ്ങനെ കാണുകയാണ്. മിൻ സുലാലത്തി റസൂലില്ലാ. ആ മുഖത്ത് നോക്കിയാൽ മനസ്സിലാവും അത് പുണ്യ നബിയുടെ ആ ഒരു വംശപരമ്പരയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ തങ്ങളോട് ചോദിച്ചു, നബി തങ്ങളോട് ചോദിച്ചു, തങ്ങൾ ആരാണെന്ന് ചോദിച്ചു വന്നപ്പോൾ ദാകർ റജുലുൽ അബിയദുൽ അംഹഖുൽ മുർതഫിഖ്, അവിടെ ആ ഇരിക്കുന്ന മുഖപ്രകാശമുള്ള നല്ല പ്രഭയുള്ള ആ ഇരിക്കുന്ന ആളാണ് മുഹമ്മദ് റസൂലുള്ളാഹ്. ആളുകളുടെ ഇടയിൽ നിന്ന് ഹബീബിനെ പെട്ടെന്ന് തിരിച്ചറിയും. സ്വഹാബികളുടെ കൂടെ മണ്ണിലാണ് തങ്ങൾ ഇരിക്കുന്നത്. പള്ളിൻ്റെ ഉള്ളിൽ നിന്ന് മണ്ണാണ്. മണ്ണിലിരിക്കുമ്പോൾ അയ്യുക്കും മുഹമ്മദ്, ആരാണിതിൽ മുഹമ്മദ്? ആ മുഖപ്രകാശമുള്ള ആളാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബിൻ്റെ മുമ്പിലേക്ക് വന്നു. വഹുവ യഖ്തരിഖു സുഫൂഫ്, സൊഫുകൾക്കിടയിലൂടെ സൊഫ് മുറിച്ച് കടന്ന് ഇങ്ങനെ മുമ്പിലേക്ക് വന്നു. എന്നിട്ട് നബിയോട് ചോദിച്ചു, യബ്ന അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബിൻ്റെ മോനെ, തറവാടുള്ള വാപ്പാൻ്റെ മോനെ എന്നാ വാക്കിൻ്റെ അർത്ഥം. തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഹുനൈൻ യുദ്ധം നടക്കുമ്പോൾ സ്വഹാബിമാർ
12,000-ഓളം വരുന്ന സ്വഹാബിമാർ മക്ക വിജയം കഴിഞ്ഞ് ഇസ്ലാമിലേക്ക് കൂട്ടം കൂട്ടമായി വറഅയ്തന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ, കൂട്ടം കൂട്ടമായി ആളുകൾ ഇങ്ങനെ ഇസ്ലാമിലേക്ക് വന്ന കാലം. 12,000 ആളുകൾ ഹുനൈനിലേക്ക് വന്നു. എല്ലാവരും തിരിച്ചോടി. 11 ആളുകളാണെന്ന് ഉറച്ചു നിന്നത്. 12,000-ൽ 11 ആളുകളാണ് നിന്നത്. ബാക്കിയൊക്കെ ഓടി. എന്താണ് അവസ്ഥ ഉണ്ടായത്? ഭയങ്കരമായ പ്രതിസന്ധി. പിന്നീടാണ് ആ യുദ്ധം വിജയിക്കുന്നത്. ആ നേരത്ത് നബി തങ്ങൾ ഒരു വരി കവിത പാടിയിട്ടുണ്ട്. അതിങ്ങനെയാണ്: അനന്നബിയു ലാ കദിബ് അനബിനു അബ്ദിൽ മുത്തലിബ്. അത്രയേ ഉള്ളൂ. ഒറ്റക്ക് നിന്നു നബി തങ്ങൾ. ഹവാസിന് ഗോത്രക്കാർ അമ്പെയ്തുകൊണ്ടിരിക്കുകയാണ്. ത്വായിഫിന്റെ മലകളിൽ നിന്ന് അമ്പ് വരെയാണ്. എല്ലാവരും പേടിച്ചോടി. തങ്ങൾക്ക് ഓടാൻ പാടില്ല. വഖാതിൽ ഫീ സബീലില്ലാഹി ലാ തുകല്ലഫു ഇല്ലാ നഫ്സക്. നബിയെ, ഒരു യുദ്ധത്തിലേക്ക് അങ്ങ് ഇറങ്ങി, പ്രതിരോധത്തിന് വേണ്ടി ഇറങ്ങിച്ചെന്ന് യുദ്ധക്കളത്തിലെത്തിയാൽ കൂടെയുള്ള മുഴുവൻ ആളുകളും ഓടിയാലും നബിയെ നിങ്ങൾക്ക് ഓടാൻ പാടുള്ളതല്ല. അള്ളാന്റെ നിയമമാണ്. നബി തങ്ങൾക്ക് അങ്ങനെ ചില നിയമങ്ങളുണ്ട്. തങ്ങൾക്ക് നിർബന്ധമാണ് ഒറ്റക്ക് നിൽക്കണം. എല്ലാവരും ഓടി, തങ്ങൾക്ക് ഓടാൻ പാടില്ല. എന്നിട്ട് പറഞ്ഞു: ലാ തുകല്ലഫു ഇല്ലാ നഫ്സക്. അങ്ങയോട് ചോദ്യം വരും, അങ്ങ് ഓടിയാൽ അങ്ങ് ഓടാൻ പാടില്ല. ബാക്കി എല്ലാവരും ഓടിക്കോട്ടെ, തങ്ങൾ ഓടാറില്ല. കുന്നാ നഹ്തമി ബിളുഹരി റസൂലില്ലാഹ് ഇദാ ഹമിയൽ വതീസ്. യുദ്ധം തുടങ്ങിയാൽ ചില യുദ്ധങ്ങൾ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഞങ്ങൾ പേടിക്കുന്ന നേരത്ത് ഹബീബിന്റെ ബാക്കിൽ പോയി ഞങ്ങൾ നിൽക്കാറുണ്ട് എന്ന് ചില സ്വഹാബിമാർ. തങ്ങൾ മുമ്പിലാണ്, നെഞ്ചോടെ തങ്ങൾ മുമ്പിൽ നിൽക്കും. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ഹബീബാ നബി. എല്ലാം തങ്ങൾ തന്നെയാണ്. തങ്ങൾ അവരുടെ നബിയാണ്, അവരുടെ ഇമാമാണ്, അവരുടെ ഖതീബാണ്, അവരുടെ ഖാദിയാണ്, അവരുടെ സൈനിക നേതാവാണ്, അവരുടെ അധ്യാപകനാണ്, അവരുടെ മുറബ്ബിയാണ്, അവരുടെ കമാൻഡറാണ്. എല്ലാം നബിയാണ് സ്വല്ലല്ലാഹു